ഹായ് ഗായ്സ്, വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ LBSൻ്റെ പോർട്ടലിനെ പറ്റി കുറേ ഡൗട്ട് ചോദിച്ചിരുന്നു. ചിലർക്ക് ഫൈനൽ കൺഫർമേഷൻ വന്നിക്കണ്, ചിലർക്ക് ഫൈനൽ കൺഫർമേഷൻ വന്നിട്ടില്ല, അങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്യുക വിചാരിച്ച് എല്ലാതും കൂടി ഒപ്പം എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും നിങ്ങളൊരാൾ LBSൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID, നിങ്ങളുടെ രജിസ്റ്റർ ID, പാസ്വേഡൊക്കെ കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയും വരിക. അതിലിപ്പോൾ ആപ്ലിക്കേഷൻ ഫീ അത് നോക്കണ്ട. നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡഡ് ആണ്, സിഗ്നേച്ചർ അപ്ലോഡഡ് ആണ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡഡ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കൊടുത്തിട്ട് എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റ് ആണെന്നാണ്. ഇനി ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക, 28-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക, 28-ാം തീയതി അന്ന് കറക്റ്റ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ എൻട്രി നിങ്ങൾ കൊടുത്തതൊക്കെ ഡാറ്റാസൊക്കെ കറക്റ്റാണ്, മാർക്ക് എൻട്രി കംപ്ലീറ്റഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഇയർ +2 പാസ് ഔട്ട് ആയ സ്റ്റുഡൻറ്റ് ചിലവരിപ്പോൾ റീവാലുവേഷന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവരത് പറ്റി പറയാനാണെങ്കിൽ റീവാലുവേഷൻ്റെ മാർക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി ആവും. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയ മക്കളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇല്ല ഡൗട്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. പക്ഷേ എന്താ ഇപ്പോൾ പറയുക വെച്ചാൽ ഇതിൻ്റെ 28-ാം തീയതി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ ഡേറ്റിൻ്റെ ആ ടൈമിൽ അപ്ലോഡ് ചെയ്യുക. അതല്ല, ഈ കറക്ഷൻ ഡേറ്റും കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. റീവാലുവേഷൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവും. അതാണ് മാർക്ക് എൻട്രി. പിന്നെ ആപ്ലിക്കേഷൻ അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ്. ഫൈനൽ കൺഫർമേഷൻ ഡൺ എന്നാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ ഫൈനൽ കൺഫർമേഷൻ ഡൺ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എല്ലാവരുടെയിലും അങ്ങനെ ആവില്ല. ഇനി ഫൈനൽ കൺഫർമേഷൻ ഡൺ ആയ മക്കൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ 28-ാം തീയതി വീണ്ടും ഡൺ അമർത്തണ്ടേ, എൻ്റെ കയ്യിൽ ഇനി കൺഫേം ബട്ടൺ കാണാനില്ല, അങ്ങനെ കുറേ ഡൗട്ട് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ഇതുവരെ ഡൺ ആണ്, ഇനിയൊരു കൺഫേം ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്നാണ് ഇതുവരെ ഉള്ളൊരു ഇതിൽ. പക്ഷേ ഇനി ഒന്നും വേണ്ട, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളിൽ കൺഫേം ബട്ടൺ വരുന്നുണ്ടെങ്കിൽ ഡാറ്റാസ് ഒന്നും കൂടി ഒന്ന് നോക്കുക, ഒക്കെ കറക്റ്റാണോ ഡൺ അമർത്തുക. ഇനി ഫൈനൽ കൺഫർമേഷൻ്റെ അവിടെ ഡൺ അല്ല, ഒന്നും ആവാത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 28-ാം തീയതി മുന്നേ നിങ്ങൾക്ക് ഒരു കൺഫേം ബട്ടൺ വരും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, അത് കറക്റ്റ് നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഇതുവരെ മനസ്സിലായില്ലേ? ഫൈനൽ കൺഫർമേഷൻ ചെയ്ത കുട്ടികൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫൈനൽ കൺഫർമേഷൻ ഡൺ അല്ലാത്തവർക്ക് വേറെ ഡൗട്ട് ആയിരുന്നു. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ഡൺ ആയവർ വീണ്ടും ശ്രദ്ധിക്കുക. ഡൺ ആയവർ ഇനി നിങ്ങൾക്കൊരു കൺഫേം ബട്ടൺ വീണ്ടും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും LBSൻ്റെ കാര്യമാണ്, അവരുടെ പല രീതികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റിൽ കയറി നോക്കുക. ഇല്ലെങ്കിൽ 28-ാം തീയതി നിങ്ങളുടെ ഇതിൽ കൺഫേം ബട്ടൺ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഡാറ്റാസൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് വീണ്ടും കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി ഒന്നും ഇല്ലാത്ത കുട്ടികൾ 28-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക, അന്ന് ഫുള്ള് നോക്കാം. ഇനി അക്സെപ്റ്റഡ് ഡാറ്റ നോട്ട് പബ്ലിഷ്ഡ്, റാങ്ക് ലിസ്റ്റ് നോട്ട് പബ്ലിഷ്ഡ്, അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോ അലോട്ട്മെൻറ്റ്. ഇതെന്താ വെച്ചാൽ കാരണം ഇതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല. കാരണം 28-ാം തീയതി വരെ, 28-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ എഡിറ്റ് ഓപ്ഷനാണ്, കറക്ഷൻ ടൈമാണ്. ആ കറക്ഷൻ ടൈം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ അക്സെപ്റ്റഡ് ഡാറ്റയും റാങ്ക് ലിസ്റ്റും അത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റൊക്കെ കൊടുക്കൽ. അപ്പോൾ അതൊക്കെ അതിന് ശേഷം മാത്രമേ എന്താവുള്ളൂ, ഒരു ഗ്രീൻ കളർ വരികയുള്ളൂ. ഇപ്പോൾ റെഡ് കളറാണ്, കാരണം അത് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന വർക്കാണ്. ഇനി വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ എന്താ വെച്ചാൽ ഇപ്പോൾ ചെയ്ത അപ്ലിക്കേഷൻ അവർ LBS സൈറ്റുകാർ, LBS ആൾക്കാർ എന്ത് ചെയ്തിരിക്കുന്നത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലവർക്ക് ലോഡിങ് ആവും, കാരണം നിങ്ങളുടെ വെരിഫിക്കേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാവും. ചിലവർക്ക് വെരിഫിക്കേഷൻ പെൻഡിങ് എന്ന് കാണിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളിൽ എങ്ങനെ കാണിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ വന്നു വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട. ഇപ്പോൾ ഏകദേശം ഈ കുട്ടിയുടെ ഇപ്പോൾ നോക്കുമ്പോൾ അപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണ്. ഏകദേശം അവരുടെ ഡാറ്റാസ് കറക്റ്റാണ്. LBS അത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിരിക്കണമെന്നാണ് ഇതുവരെ ഇല്ലേൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. ഓക്കെ, ഇനി ഫൈനൽ കൺഫർമേഷൻ വരാത്തവരുടെ കാര്യത്തിൽ അവരതിൽ ഇങ്ങനെയും വരുന്നുണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 28-ാം തീയതി ഏകദേശം അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ കൺഫർമേഷൻ വന്നവരിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫേം ബട്ടൺ വന്നെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് ഇങ്ങനെയും ക്ലിക്ക് ദ കൺഫേം ബട്ടൺ ഓൺലി ആഫ്റ്റർ റീഡിംഗ് ആൻഡ് ഫുള്ളി അണ്ടർസ്റ്റാൻഡിംഗ് ദ അബോവ് മെൻഷൻഡ് ഇൻഫർമേഷൻ. വൺസ് യു കൺഫേം യു വിൽ നോട്ട് ബി അലൗഡ് ടു പ്രൊവൈഡ് എനി റിമാർക്സ് ആഫ്റ്റർവേർഡ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കൺഫേം ബട്ടൺ അമർത്തുക. ഒരിക്കൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റിമാർക്ക് നൽകാൻ അനുവദിക്കുന്നതല്ല. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രീസ് ആർ കറക്റ്റ് എന്ന് കൊടുത്തിട്ട് കൺഫേം ചെയ്താൽ നിങ്ങളുടെ ആ ഒരു എല്ലാതും ഇതുവരെ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഇനി അതല്ല, നിങ്ങൾക്ക് കറക്ഷൻ വേണം, പക്ഷേ കറക്ഷൻ വേണ്ടവർ എന്ത് ചെയ്യുക, കറക്ഷൻസ് റിക്കോർഡ് എന്ന് പറഞ്ഞിട്ട് കൺഫേം അമർത്തുക. കറക്ഷൻ റിക്കോർഡ് അമർത്തിയിട്ട് കൺഫേം അമർത്തൽ നിർബന്ധമാണ്. അപ്പോൾ എല്ലാതും കറക്റ്റായ ഒരു എൻട്രീസ് ആർ കറക്റ്റ് എന്ന് വെച്ചിട്ട് കൺഫേം അടിക്കുക. ഇനിയല്ല, കറക്ഷൻ വേണ്ടവരാണെങ്കിൽ കറക്ഷൻ റിക്കോർഡ് എന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്യാം. ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മിക്കവാറും 28-ാം തീയതി ഉള്ളിൽ അല്ലെങ്കിൽ 28-ാം തീയതി ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി വേറെ കുറേ ആൾക്കാർക്ക് വരുന്ന ഡൗട്ടാണ്, ചിലവരിതിൽ ഇപ്പോൾ ഇതിൽ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്നാണ് കാണിക്കുന്നത്, അപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്നാൽ ചിലവരിത് റിജക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. റിജക്റ്റഡ് എന്ന് വന്നവർ ഒരിക്കലും പേടിക്കേണ്ട, കാരണം 28-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്കത് റിജക്റ്റ് ആവാനുള്ള റീസൺ ഉണ്ടാവും, അത് അവർ കാണിക്കും. ആ റിജക്റ്റ് ആവാനുള്ള റീസൺസിന് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഏകദേശം എന്തുകൊണ്ടാവും നിങ്ങളുടേത് റിജക്റ്റ് ആയിട്ടുണ്ടാവും. ചില സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സിൽ പല മിസ്റ്റേക്ക് ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ
കറക്റ്റ് സർട്ടിഫിക്കറ്റ്സ് അപ്പത്തിന് 28-ാം തീയതിൻ്റെ മുന്നേ നിങ്ങളുടെ ഏത് സർട്ടിഫിക്കറ്റ്സ് ആണോ വേണ്ടത്, കാസ്റ്റ് ആണോ NCL ആണോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ റെഡിയാക്കി വെക്കുക. 28-ാം തീയതി നിങ്ങളുടെ കറക്ഷൻ ഇതിൽ നിങ്ങളതൊക്കെ കറക്റ്റ് ചെയ്യുക. ഈ റിജക്റ്റഡ് ആയൊരു ഒരിക്കലും പേടിക്കാൻ നിൽക്കണ്ട. പിന്നെ വേറെ കുറേ ആൾക്കാർ ചോദിക്കണ വേറെ ഡൗട്ടാണ്, ഇനി എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ എന്താ പറയുക, ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഇതുവരെ നടക്കണത് എന്താ വെച്ചാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത കാര്യത്തിൽ വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം മാത്രമാണ്. ഇനി വീണ്ടും പുതിയൊരു ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ NRI ആണ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ NRI ആണ്, പക്ഷേ NRIയുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതിന് പാനിക്കായിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു എന്താ പറയുക ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ NRIൻ്റെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം, അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ വീണ്ടും പുതിയതായിട്ട് ഒരു ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് അത്രയും, കാരണം നമ്മുടെ ഒരു 1 ഇയറിൻ്റെ കാര്യമാണ്, നമ്മുടെ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും വലിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, LBSന് സൈറ്റിൽ നിങ്ങളുടെ ഗൂഗിളിൽ ചെന്നിട്ട് LBS അടിച്ചാൽ ഒന്നുകിൽ അവരുടെ മെയിലിന് വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ തരും. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഡൗട്ട് ചോദിക്കുക. കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരു ഞാൻ എന്നെ പറയല്ല, ഒരു യൂട്യൂബേഴ്സിനെയും ആരും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഫ്യൂച്ചറാണിത്, നമ്മളുടെ കാര്യങ്ങളാണ്. നമുക്ക് ഈ ഒരു 1 ഇയർ ഇതിന് വേണ്ടി ഇരുന്നിട്ട് ലാസ്റ്റ് വരെ ഇരുന്നിട്ട് നമുക്കത് കിട്ടില്ല എന്നൊരു ഉറപ്പ് വരണം. ഇനി ഈ ഒരു അപ്ലിക്കേഷൻ്റെ മിസ്റ്റേക്ക് കാരണം നിങ്ങൾ LBSയിൽ നിന്ന് അതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താവോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, LBS ഗൂഗിൾ അടിച്ചിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും, കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം, ഇതെന്തുകൊണ്ടാണെന്ന് അവരോട് ഡയറക്റ്റ് ഡൗട്ട് ചോദിച്ചോളൂ. അവരെന്താ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സമാധാനത്തിലിരിക്കാം. ഓക്കെ. പിന്നെ കുറേ ആൾക്കാർക്ക് വരുന്ന ഡൗട്ടാണ്, ഇപ്പോൾ അപ്ലിക്കേഷൻ പ്രൊവിഷണലി അക്സെപ്റ്റ് ഇടുന്നുണ്ട്, ചിലവരിതിൽ റിജക്റ്റ് ഇടുന്നുണ്ട്. ഈ റിജക്റ്റഡ് ആയൊരു ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. കാരണം അവർക്ക് 28th വരെ ടൈം ഉണ്ട്. 28ന് ശേഷം നിങ്ങൾക്ക് റിജക്റ്റ് ആയതിൻ്റെ റീസൺസ് അവർ പറയും. എല്ലാ പേപ്പേഴ്സും കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എന്തിലേലും ആവും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവുക. ചിലവർക്ക് വെരിഫിക്കേഷൻ ഈ പെൻഡിങ് എന്ന് കാണിക്കേണ്ട, അവരും ടെൻഷൻ ആവേണ്ട. അത് LBS അവരുടെ ഡാറ്റാസൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതെന്താവും, പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്നാവും. അതിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ റിജക്റ്റഡ് എന്ന് കാണിക്കും. റിജക്റ്റഡ് ആയൊരു ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. 28-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. 28-ാം തീയതി വരെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. 28-ാം തീയതി ഇതേപോലെ തന്നെ നിങ്ങൾ അക്ഷയയിലോ കഫേസിലോ എങ്ങനെ പോയിച്ചാൽ അങ്ങനെ നോക്കിയിട്ട് അതൊക്കെ കറക്റ്റ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് റെഡി ആക്കാവുന്നതാണ്. അതിൽ ടെൻഷൻ അടിക്കണ്ട. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ്, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ പറയാനാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ LBS ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കണം എന്താ വെച്ചാൽ 28-ാം തീയതി നിങ്ങൾക്ക് വല്ല കറക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം, NCLന് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ. അതല്ല നിങ്ങൾ NCL ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ NCL ഇതുവരെ പറഞ്ഞിട്ടില്ല. വീണ്ടും പുതിയതായിട്ടൊരു സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ മാത്രമുള്ള ഒരു ടൈമാണ് ഈ 28th വരെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയി വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും LBSൻ്റെ അപ്ലിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു. ലാസ്റ്റായിട്ട് ഈ ഒരു നോട്ടീസാണ് നിങ്ങളൊന്ന് വായിക്കുക. ഓക്കെ, താങ്ക് യു.